ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ ഒരു സബ്ജക്റ്റ് ഇന്ന് ഒരുപാട് കോമണായിട്ട് കാണുന്ന കേരളയിലെ ഒരുപാട് മീഡിയക്കാരുടെ സ്റ്റോറീസും അവരിങ്ങനെ പബ്ലിസിറ്റി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ തന്നെ സ്നേഹക്കൂടി എന്ന് പറയുന്ന ഒരു അനാഥ വൃദ്ധാശ്രമമുണ്ട്. അവിടെ നന്നായിട്ട് അതിൻ്റെ ഉടമസ്ഥയുടെ പേരെന്ന് എനിക്ക് ഇത്ര അറിയില്ലെങ്കിലും ഞാൻ കിട്ടും. ഒരുപാട് നല്ലതായിട്ട് പ്രായമായ എബൻഡൻ്റ് പേരൻസിനെ ആൾക്കാരെ ഒക്കെ ആ കുട്ടി നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു, ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ അതുപോലെ നിറയെ മഷ്റൂമിങ് ആകുന്നുണ്ട് കേരളത്തിൽ ഒരുപാട് വൃദ്ധാശ്രമം. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്നല്ല, നമ്മൾ കൊച്ചിലെ തൊട്ടേ നമ്മളെ നന്നായിട്ട് നോക്കി വളർത്തി നമുക്ക് വേണമെന്നൊക്കെ തന്ന് നമ്മളെ നല്ലൊരു രീതിയിലാകാൻ പഠിപ്പിച്ച ആ പാരൻസിനെ നമ്മൾ ഒരിക്കലും അവർ പ്രായമായി കഴിയുമ്പോൾ അവർ സീനിയർ സിറ്റിസണൊക്കെ ആകുന്ന സമയത്ത് കുട്ടികളൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും ആർക്കും തന്നെ ഇന്ത്യയിൽ ജോലി വേണ്ട. എല്ലാവരും ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ പുതിയ ടെൻഡൻസി ഇപ്പം അവർക്ക് എബ്രോഡിൽ പോകണം. എന്തെങ്കിലുമൊക്കെ കുറേ ഡിഗ്രികളൊക്കെ അവർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയിൽ സുഖമല്ല, അവർക്ക് എബ്രോഡിൽ പോകണം. അപ്പം ഓക്കെ, പൊയ്ക്കോട്ടെ, നോ പ്രോബ്ലം, ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ അവർക്ക് പോകാം. അപ്പോൾ അവരുടെ മാതാപിതാക്കളെ കൂടി ശ്രദ്ധിക്കണം. ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാതാപിതാക്കളുടെ ഒന്നും പ്രശ്നമില്ല. ഞാൻ ഒരുപാട് കേസുകളിൽ ഒരുപാട് ഫാമിലിയിൽ കാണുന്നത് കൊണ്ട് പറയുകയാണ്. അത് നല്ല ഒരു സംഭവമല്ലല്ലോ ഇത്. നമ്മുടെ കേരളത്തിൻ്റെയും പേര് ചീത്തയാകുന്നുണ്ട്. പിന്നെ ബീങ് മലയാളി എനിക്കും ചെറിയ ആൾക്കാരിൽ നിന്നൊക്കെ ചില ഇങ്ങനെയൊക്കെ ഓരോ പോക്കിങ്ങൊക്കെ കിട്ടാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ, അച്ഛന്മാരെ ഒന്നും നോക്കാറില്ലേ? ബട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, ബട്ട് അങ്ങനെയാണല്ലോ കേൾക്കണേ ഔട്ട്സൈഡിൽ. അപ്പം ഒരുപാട് ഞാനും കണ്ടിട്ടും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് ഞാൻ പറയുന്നതിൻ്റെ ഒരു ഇൻ ഷോർട്ട്. ഒരിക്കലും മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് ഒന്നും കൊടുക്കരുത് എന്ന് ഞാൻ പറയില്ല. മാതാപിതാക്കൾക്ക് ഉള്ള സ്വത്തൊക്കെ അവരുടെ കുട്ടികൾക്ക് കൊടുക്കാനാണ്. ബട്ട് അതിൻ്റെ ഒരു ഷെയർ അവർക്ക് കൂടി വെച്ചിട്ട് മാത്രമേ അവർ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ജീവിക്കുന്ന സമയത്തോളം അവരുടെ ലൈഫ് ടൈമിൽ അവർക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും ഇത് കണ്ടിട്ട് മാത്രമേ അവർക്ക് കുട്ടികൾക്ക് ഷെയർ ചെയ്യാവൂ. അല്ലെങ്കിൽ പിന്നെ ബില്ല് എഴുതി വെക്കുക ഏറ്റവും നല്ലതാണ്. നാളെ നമ്മൾക്ക് മക്കളെ എല്ലാവരെയും നോമിനിയാക്കുക. ബാങ്ക് മൊത്തം മൂവബിൾ പ്രോപ്പർട്ടിയിൽ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പറഞ്ഞാൽ നമ്മളുടെ വസ്തുവകകൾ, അതിൽ നമ്മൾ ബില്ല് എഴുതിയിട്ട് വെക്കുക. എൻ്റെ ആഫ്റ്റർ ഡെത്ത്, എനിക്ക് ഡെത്ത് സംഭവിച്ചാൽ എൻ്റെ കുട്ടികൾക്ക് ഈക്വലായി, അല്ലെങ്കിൽ ഇന്നാർക്ക് ഇത്ര, ഈ ഡോട്ടറിന് ഇത്ര, ഈ സണ്ണിന് ഇത്ര, ഈ മോൾക്ക് ഇത്ര, ഈ മോന് ഇത്ര, അങ്ങനെ എഴുതി വെച്ച് വിൽ പത്രം ഉണ്ടാക്കി വെച്ചിട്ട് ഇരിക്കണതാണ് എപ്പോഴും നല്ലത്. കാരണം അവർ ജീവിക്കുന്നിടത്തോളം കാലം അവരുടെ പ്രോപ്പർട്ടി എവിടേക്ക് ഇരുന്നാൽ അവർക്ക് പിന്നെ ഒരു വിലയുണ്ട്. മക്കളുടെ മുന്നിൽ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ മക്കളിങ്ങനെ കടിപ്പത്ത നമ്മൾ കറിയിൽ നിന്ന് കളയുന്നത് പോലെ എടുത്താൽ മാതാപിതാക്കളെ അങ്ങ് കളയും. അപ്പം അത് പാടില്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ബീങ് എ ലോയർ, ഞാനീ പറയുന്നു, ഇതൊരു സാമാന്യ ഒരു അറിവാണ്. എന്നാൽ തന്നെ ഞാൻ ഒരു ലോയർ ആയത് കാരണം ഞാൻ എൻ്റെ അടുക്ക് വരുന്ന മിക്ക സീനിയർ സിറ്റിസൺ ആൾക്കാരോടും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ വില്ലുണ്ടാക്കി വെക്കുക. എന്തിനും നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ ചെയ്യാവൂ. വില്ലുണ്ടാക്കി വെക്കുക, വിൽപത്രം തയ്യാറാക്കി വെക്കുക കുട്ടികളുടെ പേരിൽ. വേറെ ആർക്കും പോകില്ലല്ലോ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പോളിസി. സോ ഇത് എല്ലാവർക്കും ഒരു ഓർമ്മയായിട്ടിരിക്കട്ടെ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. താങ്ക് യു.